നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര പാണ്ടിക്കോട് ഹിമായത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. മഹല്ല് ഗാലി ഉനൈസ് ഫാലിലി ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര പാണ്ടിക്കോട് ഹിമായത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും കരിയർ ഗൈഡൻസ് ക്ലാസും പാണ്ടിക്കോട് ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മഹല്ല് ഗാലി ഉനൈസ് ഫാലിലി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ആഖിറത്തിലും വലിയ നന്മ നൽകണം എന്നുള്ളത്. ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന നന്മകളിൽ വലുതാണ് നല്ല ആരോഗ്യം ലഭിക്കുക എന്നുള്ളത്, നല്ല സമ്പത്തുണ്ടാവുക എന്നുള്ളത്, അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം നേടുക എന്നുള്ളതും. മതം ഒരിക്കലും ഒരാളെയും ഒരു പാവപ്പെട്ടവനായി അല്ലെങ്കിൽ ദരിദ്രനായി മറ്റൊരാളെ അപേക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരാളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മഹല്ല് പ്രസിഡന്റ് പുതുക്കിടി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അസ്ലം പേരാമ്പ്ര തുടർ പഠന ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ചോദിക്കുന്ന ഒരു രക്ഷിതാവ് ഒരു കുട്ടി അങ്ങനെ ചോദിക്കാൻ പാടില്ല. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതിന് മുമ്പേ ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താവണമെന്ന് ആഗ്രഹിക്കണം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്താകണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലാണ് കുട്ടികളുടെ പ്രശ്നം വരുന്നത്. പല കുട്ടികളും ഈ എത്തിപ്പെടാത്ത എന്താണെന്നറിയോ? നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളെ മഹലിലൊക്കെ എത്ര കുട്ടികൾ മെഡിക്കൽ ഫീൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുണ്ടാവും, അല്ലെങ്കിൽ എത്ര പേര് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ റയറായിരിക്കും കുട്ടികൾ. നിങ്ങളത് എൻ്റെതൊക്കെ മഹലാട്ടോ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ഓരോ സ്കൂളുകളിലെയും നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ പഴയ ബാച്ചിലെ കുട്ടികൾ ഇറങ്ങിപ്പോയതിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ആ സ്കൂളിൽ എത്ര കുട്ടികൾ പഠിച്ചിട്ട് എന്തെങ്കിലും ആയോ എന്ന് നോക്കിയാൽ മതി. അതിൻ്റെയൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ കേരളത്തിൻ്റെയും നമ്മുടെയൊക്കെ പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് കുട്ടികളെ ആവും. ബർക്ക കുഞ്ഞമ്മദ, ടി കെ അസൈനാർ, സഫ മജീദ്, സൈതലവി, ലത്തീഫി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി വി പി ഹംസ സ്വാഗതവും ടി കെ റഷീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.